അപ്പൊ ഈ ഇന്ത്യ എന്നുള്ള മഹാരാജ്യം ഇപ്പോഴേ ഡിജിറ്റൽ പ്രസന്റിലാണ്. എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞേ. ഡിജിറ്റൽ പ്രസന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമുക്കിപ്പോ ഒരു ഇന്റർനെറ്റ് കട്ടായാലും നമ്മുടെ ഒരു പേക്ക് തീർന്നാൽ പോലും നമുക്ക് യാതൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ. അതപ്പൊ തന്നെ അവർ നമ്മുടെ സിം കട്ടാക്കുന്നു, നമ്മുടെ ഐഡന്റിറ്റി പോകുന്നു, അത് വേറൊരാൾ കൊടുക്കുന്നു, അവർ ഭീഷണിപ്പെടുത്തുന്നു. ഇതെല്ലാം പക്ഷെ വന്നത് നിസ്സാരമായിട്ടാണ്. ഫ്രീ ആയിട്ട് സിം തരാം, ഫ്രീ ആയിട്ട് ഇന്റർനെറ്റ് തരാം, അൺലിമിറ്റഡ് ആയിട്ട് ഇന്റർനെറ്റ് തരാം. അപ്പൊ ഈ ഡിജിറ്റൽ പ്രസന്റ് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനിയുടെ ഏറ്റവും വലിയ തീരം അവർ എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞു. കാരണം നമ്മുടെ ഒരു ഫോണിൽ ഇപ്പൊ സാംസങ്ങിലെല്ലാം വരവിടുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ. കോടതി വാലയങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ 2 വർഷം 3 വർഷമൊക്കെ കഴിയും, എന്നിട്ടും നമുക്ക് കിട്ടില്ല. അപ്പൊ ഇവിടുത്തെ ജുഡീഷ്യൽ സിസ്റ്റം വേസ്റ്റ്, ഇവിടുത്തെ ഗവൺമെന്റ് വേസ്റ്റ് ആയപ്പോൾ അവരെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്തു. ഈ പറയുന്ന ജിയോ ആണെങ്കിലും ഈ പറയുന്ന സിമ്മുകളാണെങ്കിലും പാക്ക് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് വിളിക്കാൻ പറ്റില്ല, നമ്മുടെ ഐഡന്റിറ്റി നമ്മുടെ സിം പോലും അവർ കളയും. അപ്പൊ ഈ പറയുന്ന ടാക്സ് ആണെങ്കിലും ഈ നോട്ടെല്ലാം നിരോധിച്ചത് പോലും നമ്മുടെ അനുവാദം ഇല്ലാതാണ് അല്ലെ. അപ്പൊ അവര് ചെയ്തു, ഈ പറയുന്ന ചായക്കടക്കാരനെ വെച്ചെല്ലാം അവർ ചെയ്തു. അപ്പൊ ഈ പറയുന്ന 2030 അജണ്ടയും അവർക്ക് ചെയ്യാൻ വളരെ വളരെ എളുപ്പം തന്നെയാണ്. അതാണ് പറഞ്ഞത്, ഡിജിറ്റൽ പ്രസന്റ് എവിടെത്തിയിരിക്കും. അപ്പൊ പക്ഷെ എത്തുന്നത് ഏറ്റവും അവസാന സ്റ്റേജാണ്. ഈ അവസാന സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരെല്ലാവരും അവർ പ്രതികരിക്കാത്ത ആ ഒരു മൈൻഡ് സെറ്റ് വരെ എത്തിക്കഴിഞ്ഞു. അതായത് അവർക്കൊന്നും ചെയ്യും, ആര് എന്ത് ചെയ്താലും കുഴപ്പമില്ല, നോ ഇഷ്യൂ, ഇവരെല്ലാം ഞങ്ങളുടെ ആൾക്കാർ തന്നെയാണ്. അതായത് ഈ വിഡ്ഢികളായ ആ ഒരു പൊളിറ്റീഷ്യൻസ് തന്നെയാണ് ഏറ്റവും വലിയൊരു ശാപം. അതായത് അവർക്ക് കൊടി പിടിക്കുന്ന വിഡ്ഢികൾ, അതായത് അവർ ചെയ്യുന്ന തെറ്റാണെങ്കിലും അവരുടെ ആ തെറ്റ് കുറച്ച് കാണിക്കില്ല. ഈ പറയുന്ന LDF, UDF, BJP ആണെങ്കിലും ഞങ്ങളുടെ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ കാൽച്ചോട്ടി പോയിട്ട് ആ ഒരു സ്ലേവ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ആ വിഡ്ഢികളായിരിക്കും ഏറ്റവും കൂടുതൽ താഴ്ത്തു പോകണം. കാരണം ഈ പറയുന്ന പൊളിറ്റീഷ്യൻസ് എല്ലാം പിന്നെയും രക്ഷപ്പെടും, കാരണം അവർ സമ്പത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതാണ് ഇനി വരാൻ പോകുന്ന പുതിയൊരു ബിസിനസ്. അതായത് ഇതെല്ലാം വന്നു കഴിഞ്ഞു, ഈ പറയുന്ന അമേരിക്കയിലെല്ലാം എത്തിക്കഴിഞ്ഞു. അതായത് ഐക്യമുള്ള കുഞ്ഞുങ്ങൾ, പൊക്കമുള്ള കുഞ്ഞുങ്ങൾ, ബുദ്ധി വളർച്ചയുള്ള കുഞ്ഞുങ്ങൾ, കണ്ണിന് കാഴ്ചയുള്ള കുഞ്ഞുങ്ങളെല്ലാം ജനറ്റിക്കലി ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് ഭഗവാൻ നമുക്ക് തന്നത് നമ്മുടെ കേരളം അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാം പെർഫെക്റ്റ് കുഞ്ഞുങ്ങളായിരുന്നു. എന്നാണോ മൾട്ടിനാഷണൽ കമ്പനി ഇവിടെ വന്ന് കച്ചവടം തുടങ്ങി, ഈ ബിസിനസ് തുടങ്ങി, ആ ഒരു രീതിയിലായപ്പോഴാണ് നമ്മൾ കൺവേർട്ട് ചെയ്തത്. ഇപ്പൊ എല്ലാം നമ്മൾ അവരുടെ ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മൾ മോഡേൺ ആയിട്ട് ഫോളോ ചെയ്യുന്നത്. അത് തന്നെയാണ് ദൈവവിശ്വാസവും ഇല്ല, ഈ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല, ശുദ്ധിയില്ല, സമാധാനമില്ല, സന്തോഷമില്ല, ഡിപ്രഷൻ, ആൻസൈറ്റി, അച്ഛനമ്മ എന്നുള്ള വ്യത്യാസമില്ല. അപ്പൊ ഇതെല്ലാം അവർ ചെയ്യുന്ന ഈ പറയുന്ന മൂവീസ് വെച്ചും ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ്. അപ്പൊ ഇപ്പൊ ഇനി വരാൻ പോകുന്ന ഈ ഒരു ബിസിനസ്, അതായത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഹാൻഡിക്യാപ്ഡായി മാറും. ഹാൻഡിക്യാപ്ഡ് എന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ ഹാൻഡിക്യാപ്ഡാണ്, എല്ലാ കുഞ്ഞുങ്ങൾക്കും കണ്ണട വന്നു, ചെവി കേൾക്കാത്ത അവസ്ഥ വന്നു, ഒരു ചിന്തിക്കുന്ന പോലും സംസാരിക്കുന്നില്ല കുഞ്ഞുങ്ങൾ. അപ്പൊ ഇതെല്ലാം എത്തിക്കഴിഞ്ഞപ്പോൾ അവർ അതൊരു ബിസിനസ് ആക്കി എടുത്ത് ചിന്തിക്കും. ഇതിന് കുറച്ച് കളയുമ്പോൾ ഇത് ഫെമിലിയർ ആയി. ഈ പറയുന്ന ഫാർമസ്യൂട്ടിക്കൽസ്, ഈ പറയുന്ന മെഡിക്കൽ സെക്ടറും ഇതെല്ലാം ഇവിടെ ഫെമിലിയർ ആയ പോലെ തന്നെ ഇപ്പൊ എറണാകുളം എന്നുള്ള സിറ്റി എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഹോസ്പിറ്റലാണ്. അതായത് അവർ ആശുപത്രി അല്ലെങ്കിൽ ഈ പറയുന്ന അസുഖങ്ങൾ ഇല്ലാതാക്കുന്ന അവരാണെങ്കിൽ അവർ ഓരോ വർഷം കഴിയുമ്പോൾ കുറഞ്ഞു വരും. ഇത് അങ്ങനെയല്ല, കൂടി വരുന്നു. അപ്പൊ ഇതെല്ലാം അവരുടെ ഒരു സ്റ്റാറ്റിക്സ് ആണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് ഇപ്പൊ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ കുഞ്ഞുങ്ങളെ വരെയും വെച്ച് അവർ അല്ലെ ഈ ഇൻഫെർട്ടിലിറ്റി എല്ലാം ഉണ്ടാക്കിയത് അവർ തന്നെയാണ്. അപ്പൊ അവർ അതിനുള്ള ട്രീറ്റ്മെന്റും കൊണ്ടുവന്നു അല്ലെ, ടെസ്റ്റ് ട്യൂബ് ബേബീസ് എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഇതിന്റെ ഏറ്റവും പീക്ക് എത്തിക്കഴിഞ്ഞാൽ റോബോട്ടിക്കുള്ള കുഞ്ഞുങ്ങൾ വരെ അവർ ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം പറഞ്ഞിട്ടാണ് റിലാക്സ് ഫോർസ് പറഞ്ഞത്, ഇതെല്ലാം കഴുകി മാറ്റണം. അപ്പൊ ഈ വേസ്റ്റുകളായ ആൾക്കാർ ആദ്യം കഴുകി മാറ്റി കഴിയുമ്പോൾ എല്ലാം ശുദ്ധമാവുന്നതാണ്. അപ്പൊ കുഞ്ഞുങ്ങൾക്കെല്ലാം പരിശുദ്ധമായ ജീവിതം ഞാൻ നൽകുന്നതാണ്. ഓക്കെ.